തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയൊരു വിജയമാണ് കോൺഗ്രസ് നയിക്കുന്ന UDF മുന്നണി ഇപ്പോൾ നേടിയിരിക്കുന്നത്. ഒരിക്കലും തകർക്കാൻ പറ്റില്ല എന്ന് കരുതിയിരുന്ന പല ചെങ്കോട്ടകളും ഇന്ന് തകർന്നു വീഴുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിലും ചില രസകരമായ കൗതുകകരമായ ജയങ്ങളും തോൽവികളും ശ്രദ്ധ നേടുന്നുണ്ട്. തലശ്ശേരി നഗരസഭയിലെ കുട്ടിമാക്കൂൽ വാർഡിൽ തോറ്റതിന് പിന്നാലെ ഫേസ്ബുക്കിൽ കുറിപ്പുമായി BJP സ്ഥാനാർത്ഥി ലസിത പാലക്കൽ എത്തിയിരുന്നു. സത്യം തോറ്റു, മിഥ്യ വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് കുറിപ്പിന്റെ തുടക്കം. കുട്ടിമാക്കൂൽ എന്ന സ്ഥലത്ത് നിൽക്കുമ്പോൾ തന്നെ തോൽക്കുമെന്ന് തനിക്ക് ഉറപ്പുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ CPMന്റെ കോട്ടയിൽ തന്നെ മത്സരിക്കാൻ തനിക്കൊരു വാശിയായിരുന്നു എന്നുകൂടെ ലസിത പാലക്കൽ പറയുന്നുണ്ട്. ലസിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇങ്ങനെയാണ്: സത്യം തോറ്റു, മിഥ്യ വിജയിച്ചു. എങ്കിലും സത്യം വിജയിക്കുന്നവരെ പോരാട്ടം തുടരും. വോട്ട് ചെയ്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. തോൽവിയിൽ മനം മടുത്തൊരിക്കലും വീട്ടിലിരിക്കില്ല. ഇനിയും എൻ്റെ പോരാട്ടം തുടരുക തന്നെ ചെയ്യുമെന്നാണ് ലസിത പറയുന്നത്. എല്ലായ്പ്പോഴും കടുത്ത വർഗീയ പരാമർശങ്ങൾ നടത്തുന്ന ഒരാളാണ് ലസിത പാലക്കൽ. അടുത്തിടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനെതിരെ ലസിത പാലക്കൽ നടത്തിയ വർഗീയ പരാമർശം വലിയ വിവാദമായി മാറിയിരുന്നു. പുരസ്കാരം ലഭിച്ചവരിൽ ചിലരുടെ പേരുകൾ മാത്രം എടുത്ത് പറഞ്ഞുകൊണ്ടായിരുന്നു ലസിത പാലക്കൽ ആ വർഗീയ പരാമർശം നടത്തിയത്. ഇപ്രാവശ്യം മുഴുവൻ ഇക്കാക്കമാർ ആണല്ലോ എന്ന് ലസിത പാലക്കൽ സമൂഹ മാധ്യമത്തിൽ എഴുതി. മികച്ച നടി ഷംല ഹംസ, മികച്ച നടൻ മമ്മൂട്ടി, ജൂറിയുടെ പ്രത്യേക പരാമർശം ആസിഫ് അലി, മികച്ച സ്വഭാവ നടൻ സൗബിൻ ഷാഹിർ, മികച്ച ഛായാഗ്രഹണം ഷൈജു ഖാലിദ്, മികച്ച നവാഗത സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. അങ്ങനെ ഇപ്രാവശ്യം മൊത്തം ഇക്കാക്കമാർ ആണല്ലോ. ഇതാണോ പരാതി ഇല്ലാത്ത അവാർഡെന്ന് മന്ത്രി പറഞ്ഞത്? മാമൻ പോട്ടെ മക്കളെ എന്നായിരുന്നു ലസിതയുടെ ആ കുറിപ്പ്. മറ്റു ചില വിഷയങ്ങളിൽ ലസിത വർഗീയ പ്രതികരണം നടത്തുകയും അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകരുടെ തോളിൽ കൈവച്ച BJP നേതാവ് സുരേഷ് ഗോപിക്ക് അതിന്റെ പേരിൽ വിമർശനങ്ങൾ ഉയർന്നപ്പോൾ ലസിതയും പ്രതികരിച്ചിരുന്നു. എന്റെ തോളിലെങ്ങാനുമാണ് സുരേഷ് ഗോപി സാർ ആ കൈവച്ചതെങ്കിൽ ആ ചുരിദാർ ഞാൻ 2 വർഷം അലക്കാതെ സൂക്ഷിച്ചേനെ. അദ്ദേഹത്തിന്റെ സ്പർശം ഏറ്റുവാങ്ങിയ ആ വസ്ത്രം ഞാൻ ഒരു ദിവ്യവസ്തുവിനെ പോലെ കാത്ത് സൂക്ഷിക്കുമെന്നായിരുന്നു ലസിത പാലക്കൽ അന്ന് പറഞ്ഞത്. എന്തായാലും ഇലക്ഷനിൽ സുരേഷ് ഗോപി ഇഫക്റ്റ് ഒന്നും തന്നെ ഉണ്ടായില്ല. ലസിത പാലക്കൽ ഭംഗിയായി തോൽക്കുകയും ചെയ്തു. ലസിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിരവധി കമന്റുകളാണ് വരുന്നത്. കുട്ടിമാക്കൂലെ പ്രിയപ്പെട്ടവർ നന്മയുള്ളവരാണെന്ന് ഈ തെരഞ്ഞെടുപ്പിലൂടെ അവർ തെളിയിച്ചിരിക്കുന്നു. FBയിൽ വന്ന് 3 നേരവും വർഗീയത വിളമ്പുന്ന പാലക്കൽ അമ്മാവിയെ പരാജയപ്പെടുത്തിയെന്നാണ് ഒരാളുടെ കമന്റ്. വാ തുറന്നാൽ വർഗീയത മാത്രം പുറത്തേക്ക് തുപ്പുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മുസ്ലിം വിരോധവും കമ്മ്യൂണിസ്റ്റ് വിരോധവും മാത്രം ഛർദ്ദിച്ച് നടക്കുന്ന ഈ ലസിത പാലക്കൽ എന്ന കൊടിയ വിഷത്തെ വോട്ടർമാർ നിലം തൊടാതെ പറപ്പിച്ചു വിട്ടതിനെ കുട്ടിമാക്കൂലിലെ വോട്ടർമാർക്ക് അഭിവാദ്യങ്ങളെന്ന് മറ്റൊരെണ്ണം പറയുന്നു. ഇലക്ഷനിൽ മത്സരിക്കുന്നതുകൊണ്ട് കുറച്ചുനാൾ വർഗീയത പറയാതെ കടിച്ചു പിടിച്ചു നിന്ന ലസിത പാലക്കൽ ഇന്നു മുതൽ പൂർവാധികം ശക്തിയോടെ വീണ്ടും വർഗീയത സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമെന്നാണ് മറ്റൊരാൾ പറയുന്നത്. ആ പറഞ്ഞത് ഏതാണ്ട് കൃത്യമായ ഒരു സംഗതിയാണ്. നാളെ മുതൽ അല്ലെങ്കിൽ ഇന്നു മുതൽ വീണ്ടും വിഷം തുപ്പുന്ന വർഗീയ പോസ്റ്റുകൾ വരുമെന്ന കാര്യം ഉറപ്പാണ്. ഇന്നേ വരെയുള്ള ഇവരുടെ സോഷ്യൽ മീഡിയ ചരിത്രം നോക്കിയാൽ ആ കാര്യം നമുക്ക് ഉറപ്പിക്കാവുന്നതുമാണ്.